ശാന്തി. യജ്ഞമാതാ ജഗദംബ സരസ്വതിയുടെ സാകാരത്തിലെ പ്രായോഗിക ജീവിതത്തിൽ എന്തെല്ലാം ധാരണ ചെയ്തിരുന്നു, മമ്മ എങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് മമ്മയെ ഭക്തി മാർഗത്തിൽ ദുർഗയായും കാളിയായും ജഗദംബയായും ശീതളാദേവിയായും ശക്തി സ്വരൂപിണിയായിട്ടും സിംഹവാഹിനിയായിട്ടും ദുർഗയായും ഒക്കെ മഹിമ വന്നത്, അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജാൻകി ദാദിയുടെ അനുഭവമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മമ്മ എപ്പോഴും പറയും, ബാബയെ ഒരിക്കലും നിങ്ങൾ സാധാരണമായിട്ട് കാണരുത്. ഒരു സാധാരണ വ്യക്തി പറയുന്ന കാര്യം പോലെ ആയിരിക്കരുത് ബാബ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടത്. എന്നുവെച്ചാൽ നമ്മൾ ഡോണ്ട് കെയർ ചെയ്യുക, ആ ബാബ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ വെറും സാധാരണ രീതിയിൽ പറയുക, അത് ഒരിക്കലും ശരിയല്ല. മമ്മ അത്രയും ബാബയ്ക്കും ബാബയുടെ ഓരോ മഹാവാക്യത്തിനും റെസ്പെക്റ്റ് കൊടുത്തിരുന്നു. കുട്ടികളെയും അതുപോലെ പഠിപ്പിച്ചിരുന്നു. ഒരിക്കലും ബാബയുടെ മഹാവാക്യങ്ങളെ സാധാരണമായിട്ട് നിങ്ങൾ കാണരുത്. ബാബയുടെ ഓരോ ശബ്ദങ്ങളും അമൂല്യമാണ്. ബാബ എത്ര റെസ്പെക്റ്റോടു കൂടിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, ആ വില തീർച്ചയായിട്ടും നമ്മളും കൊടുത്തിരിക്കണം. ഇനി ദാദി പറയാണ്, എന്തുകൊണ്ടാണ് മമ്മയെ യജ്ഞമാതാവാക്കിയത്, മമ്മയിൽ എന്തെല്ലാം വിശേഷതകൾ ഉണ്ടായിരുന്നു, ആ വിശേഷതകൾ കാരണമാണ് മമ്മ യജ്ഞമാതാവായത്. ദാദി പറയാ, മമ്മേനെ ഞാൻ എപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയോ അന്ന് മുതല് മമ്മയില് ശ്രീലക്ഷ്മിയുടെ എല്ലാ ലക്ഷണങ്ങളും സ്പഷ്ട രൂപത്തിൽ കാണാൻ സാധിക്കുമായിരുന്നു. ശ്രീലക്ഷ്മിയുടെ എല്ലാ ലക്ഷണങ്ങളും കാണാൻ സാധിക്കുമായിരുന്നു. മമ്മ സർവ ദിവ്യ ഗുണങ്ങൾ കൊണ്ടും സമ്പന്നയായിരുന്നു. മമ്മയ്ക്ക് ദേഹത്തിൽ നിന്നും വേറിടുന്നതിന്റെ അഭ്യാസം വളരെ ഈസി ആയിരുന്നു. അതിൽ മമ്മ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഈ ദേഹത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആകുക, ആ പ്രാക്ടീസ് മമ്മ വളരെയധികം നല്ല രീതിയിൽ ചെയ്തിരുന്നു. അതിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ആ ശരീരിയാകുന്നതിന്റെ അഭ്യാസം മമ്മ എത്രമാത്രം ചെയ്തിരുന്നു, അത് ശരിക്കും നമ്മളെല്ലാം കണ്ടുപഠിച്ചിട്ടുണ്ട്. അത് കണ്ടു പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അതൊരു വളരെ ശ്രേഷ്ഠമായ ഒരു അഭ്യാസമായിരുന്നു മമ്മയുടേത്. എങ്ങനെ ഈ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകാം, ദേഹത്തിൽ നിന്നും ആ ദേഹത്തിന്റെ ബോധത്തിൽ നിന്ന് ഉപരിയായിട്ടുള്ള അവസ്ഥ മമ്മ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു. മമ്മയുടെ മുന്നില് കോയി ഭി ആത്താ, ആര് തന്നെ വന്നിരുന്നാലും ശരി, എന്തെങ്കിലും സംസാരിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വന്നാലും ഉസ്കി ആവാസ് ഹി ബന്ദ് ഹോ ജാത്തി ഥി. അവർക്കൊന്നും മിണ്ടാൻ പറ്റില്ല, അവർക്ക് ശബ്ദം വരില്ല, കൂടുതലൊന്നും സംസാരിക്കാൻ അവർക്ക് തോന്നില്ല. കുറെ കാര്യങ്ങൾ നമുക്കറിയാലോ, നമ്മുടെ ചിന്തകൾ കുറെ ഉണ്ടാവും. ഈ ചിന്തകൾക്കനുസരിച്ചാണ് നമ്മുടെ ശബ്ദങ്ങൾ വരുന്നത്. ചിലരിങ്ങനെ കുറെ സംസാരിക്കുന്ന അത്രയും ചിന്തകൾ അവരിൽ കൂടി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരാളോടൊരു കാര്യം പറയുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടാകും. അപ്പൊ മമ്മയുടെ മുമ്പിലും അതുപോലെ വരും, ആ കാര്യം പറയണം, ഇക്കാര്യം പറയണം, മമ്മോട് അതിനെ കുറിച്ച് പറയണം, അങ്ങനെ പറയണം എന്ന് പറഞ്ഞ് മമ്മയുടെ മുന്നിൽ വരുന്നവര് മമ്മയുടെ മുന്നിൽ വരുമ്പോ അങ്ങനെയുള്ള ഒരു വൈബ്രേഷൻ ആണ്, ഒന്നും പറയാൻ തോന്നില്ല. പക്ഷെ തനിക്ക് തന്നെ ആ ശിക്ഷണം കിട്ടുമായിരുന്നു. അത്രയും അവർക്ക് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടി. പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റി, പവിത്രതയുടെ വ്യക്തിത്വം, രാജകീയത, ത്യാഗം, കടമ നിറവേറ്റുക, ഇതിൽ മമ്മ നമ്പർ 1 ആയിരുന്നു. പവിത്രതയുടെ വ്യക്തിത്വം, രാജകീയത, ത്യാഗം, കടമ നിറവേറ്റുക, ഇതിൽ മമ്മ നമ്പർ 1 ആയിരുന്നു. അത്രയും ചെറിയ ആയുസ്സായിരുന്നു മമ്മയുടെ, ഏജ് ആയിരുന്നു മമ്മയുടെ. പക്ഷെ എത്ര വലിയ പരിവർത്തനം തന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു. ഇതൊരു വലിയ വിശേഷതയായിരുന്നു മമ്മയുടെ. ചെറിയ പ്രായത്തിലും
ഇത്രയധികം വിശേഷതകൾ, ഇത്രയധികം മാറ്റം, പരിവർത്തനം ബാബ പറഞ്ഞു. ആ പരിവർത്തനം കൊണ്ടുവന്നു. വളരെ വലിയൊരു സ്പെഷ്യാലിറ്റി ആയിരുന്നു. മമ്മ ബാബയുടെ വിശ്വസ്തനായ കുട്ടിയായിരുന്നു. ഏത് കാര്യം ബാബ പറഞ്ഞു ആ കർത്തവ്യം നിറവേറ്റുന്നതിൽ മമ്മ വിശ്വസ്തയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളോടിപ്പോ ഒരാളൊരു കാര്യം പറയുകയാണ്, നമ്മളത് 4 പേരോട് പറഞ്ഞുകൊണ്ട് കിടക്കുക, 10 പേരോട് പറഞ്ഞു, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കതൊട്ടും ഇഷ്ടമായില്ല. ചിലപ്പോ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളായിരിക്കാം, ചിലപ്പോ നമുക്ക് പറ്റാത്ത കാര്യങ്ങളായിരിക്കാം, ചിലപ്പോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് അതിനോട് യോജിക്കാൻ പറ്റാത്തതായിരിക്കാം. പക്ഷെ ഒരാൾ എന്നോടൊരു കാര്യം പറയുന്നെങ്കിൽ അവർക്ക് എൻ്റെ മേൽ വിശ്വാസം വേണം. അതെങ്ങനെയാ? ഞാനത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അല്ലാതെ 10 പേരോട് പറഞ്ഞ അതിൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആവുക എന്ന് വെച്ചർത്ഥം ഞാൻ വിശ്വാസത്തിന് പാത്രമല്ല. അപ്പൊ മമ്മ ബാബയുടെ ഓരോ കാര്യത്തിലും ബാബ ഏത് കാര്യം പറഞ്ഞു ബാബയുടെ വിശ്വാസ പാത്രമായിരുന്നു എന്ന് വെച്ചർത്ഥം ബാബ പറഞ്ഞോ അത് ചെയ്തിരിക്കും. ബ്രഹ്മബാബ നിമിത്തമാണ്, ശിവബാബയുടേതാണ് നിർദ്ദേശം. പക്ഷെ ബാബ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. എന്തുകൊണ്ട്? അങ്ങനെ ചെയ്യുന്നവരാണ് വിശ്വാസപാത്രം എന്ന് പറയുന്നത്. മമ്മ വിശ്വാസപാത്രമായിരുന്നു, വിശ്വസ്തനായ മകളായിരുന്നു. കർത്തവ്യം നിറവേറ്റുന്ന കാര്യത്തിലും നമ്മളെല്ലാ യജ്ഞവത്സരുടെയും അലൗകിക അമ്മയായിട്ട് ബാബ എന്ത് ചെയ്തു? കടമ നിറവേറ്റി. ഒന്ന്, ബാബയുടെ സത്പുത്രിയായിട്ട്, വിശ്വസ്തനായ മകളായിട്ട് എല്ലാ കാര്യങ്ങളും നിറവേറ്റി. ബാബയുടെ മുമ്പിൽ വരുമ്പോ മകളായിട്ട് എല്ലാ കാര്യങ്ങളും ബാബ പറയുന്നത് നിറവേറ്റി. വിശ്വസ്തത, അത് ഒരിക്കലും ഒരു എനിക്ക് വയ്യ ചെയ്യാൻ, എന്തൊക്കെയാ ബാബ പറയുന്നേ, ഇതൊക്കെ ഇങ്ങനെയാണോ എന്നൊക്കെ ചിന്തിക്കുക, പറയാന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മള് വിശ്വാസ വഞ്ചകരാണ്. അപ്പൊ മമ്മ എങ്ങനെയായിരുന്നു? ബാബയുടെ പുത്രി, വിശ്വസ്തനായ കുട്ടി. അതേസമയം യജ്ഞവത്സരെ നോക്കുന്നതിൽ അമ്മയായിരുന്നു. അമ്മ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഒരു കുട്ടിയുടെ ഒരു കാര്യം ആര് വന്ന് ചോദിച്ചാലും അമ്മയാണ് അതിന് ഉത്തരം കൊടുക്കുന്നത്, അല്ലാതെ കുട്ടിയുടെ അടുത്തേക്കല്ല പറഞ്ഞു വിടുന്നത്. അതുപോലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിലും മമ്മ യജ്ഞവത്സരുടെ കാര്യത്തിൽ നമ്പർ 1 ആയിരുന്നു. ഈ 2 പാർട്ടും മമ്മ ഒരേപോലെ പ്ലേ ചെയ്തു. മമ്മയുടെ മുഖത്തിൽ നിന്നും എന്ത് വാക്യങ്ങളാണോ വന്നിരുന്നത്, അല്ലെങ്കിൽ എന്ത് നിർദ്ദേശങ്ങളാണോ, പരിഹാരമാണോ, അല്ലെങ്കിൽ ഉപദേശങ്ങളാണോ വന്നിരുന്നത്, കേൾക്കുന്നവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു അതൊരു വരദാനമായി തീരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ഒരാളോട് പറയുമ്പോൾ അവർക്കത് ചെയ്യാൻ സാധിക്കും, അവരുടെ ഉയർച്ചയ്ക്കുള്ളതാണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ വേണം പറയാൻ. മമ്മ അങ്ങനെയാ പറഞ്ഞിരുന്നത്. കുട്ടി ഇന്നത് ചെയ്യണം, കുട്ടിയെ കൊണ്ട് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ ശക്തി സമ്പന്നമായിട്ട് അതൊരു വരദാനം എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവർക്ക് അനുഭവം ഉണ്ടായിരുന്നത്. അപ്പൊ മമ്മയുടെ വാക്യങ്ങൾ അങ്ങനെയായിരുന്നു വരദാനം. അല്ല നമ്മള് ചെയ്യാൻ പറ്റുമോ, പറ്റുമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വരദാനം ഒന്നുമല്ല. വരദാനം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആ ശബ്ദത്തിൽ ശക്തിയുമുണ്ട്, ആ ശബ്ദം നമുക്ക് ചെയ്യാൻ ഒക്കുന്നതാണ്. എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടായിരുന്നു. ഇസ്മേ മമ്മ കാ കോയി സ്വാർത്ഥ നഹി, മമ്മ ഈ പറയുന്ന കാര്യത്തില് ഒട്ടും സ്വാർത്ഥതയില്ല. वो तो हमारी भलाई के लिए ही इतनी मेहनत कर रही है. ചിലര് ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് അവരുടെ കാര്യം നടക്കാൻ രീതിയിൽ നമുക്ക് തോന്നുമല്ലോ. പക്ഷെ മമ്മയുടെ ശബ്ദങ്ങളിൽ സ്വാർത്ഥത ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഏത് ആത്മാവിനോടാണോ വ്യക്തിയോടാണോ പറയുന്നത്, യജ്ഞവത്സരോടാണോ പറയുന്നത്, അവർക്കിത് ഫീൽ ചെയ്യും മമ്മ എനിക്ക് വേണ്ടി ആണ് പരിശ്രമിക്കുന്നത്, എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മമ്മ ഇത് പറയുന്നതെന്ന് ആ കുട്ടിക്ക് ഫീൽ ചെയ്തിരുന്നു. മമ്മാക്കോ ദാദാ പർദാദാ കി ആയു വാലെ ഭി മാ കഹത്തെ ഥേ. മമ്മേനെ അമ്മയുടെയും അമ്മൂമ്മയുടെയും അല്ലെങ്കിൽ അപ്പൂപ്പന്റെ പ്രായമുള്ളവര് പോലും എന്താ വിളിച്ചിരുന്നേ? മാ, അമ്മ. അപ്പനി ഹിത് ചിന്തക് സമജ്തേ ഥേ. അവർക്കും നിർദ്ദേശങ്ങൾ എന്ത് കിട്ടിയാലും മമ്മ എൻ്റെ ഹിതകാംക്ഷിയാണ്, എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് പറയുന്നതെന്ന് അവരും ഫീൽ ചെയ്തിരുന്നു. ഒരു ആദർശ അമ്മയുടെ കാര്യം എന്താണ്? ബച്ചോങ്കോ ഗുണവാൻ ബനാൻ. ഒരു ശരിയായ അമ്മ എങ്ങനെയായിരിക്കും? അമ്മ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കുട്ടികളെ ഗുണവാനാക്കുക, സഭ്യത പഠിപ്പിക്കുക.
എന്നുവെച്ചാൽ ലോകത്തിന്റെ മുന്നിൽ സാധാരണ പറയില്ലേ, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞെന്ന്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഗുണങ്ങളുടെ ദാരിദ്ര്യമുണ്ട്, നമ്മുടെ കർമ്മത്തിൽ രാജകീയതയില്ല, പെരുമാറ്റ ശുദ്ധിയില്ല, സഭ്യതയില്ല എങ്കിൽ ഇവര് ഏത് വീട്ടിലെയാ, ഇവരാരുടെ മോനാ, ഇവരാരുടെ മോളാന്നല്ലേ ചോദിക്കുള്ളൂ. അതായത് കുട്ടിയെ എല്ലാരും കുറ്റപ്പെടുത്തുക, അമ്മേനെ. അപ്പൊ അമ്മയ്ക്ക് എത്ര ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷെ ഈ യജ്ഞവത്സരുടെ മുഴുവൻ ഉത്തരവാദിത്വം അമ്മയുടെ രൂപത്തില് മമ്മ ഏറ്റെടുത്തു എന്ന് വെച്ച അർത്ഥം കുട്ടികളെ ഗുണസമ്പന്നമാക്കുക, സഭ്യത പഠിപ്പിക്കുക. അത് പഠിപ്പിച്ചു കൊടുക്കലല്ല, മമ്മ ചെയ്ത് കാണിച്ചിരുന്നു. പ്രാക്ടിക്കലി അത്രയും മമ്മ ഓരോരുത്തർക്കും റെസ്പെക്ട് കൊടുത്ത് ഓരോരുത്തർക്കും അത്രയും വരദാനി ശബ്ദങ്ങളിലൂടെയാണ് അവരെ ഉയർത്തിയിരുന്നത്. അതാണ് ശരിക്കും ഒരു അമ്മയുടെ കടമ. യഹ് ഫർജ് മമ്മാനെ പൂരാ നിഭായ. കുട്ടികളെ ഗുണവാനാക്കുക, കുട്ടികളെ സഭ്യത പഠിപ്പിക്കുക, കുട്ടികളിലൂടെ അത്രയും ഇവരുടെ അച്ഛൻ ആരാണ്, ഇവരുടെ അമ്മ ആരാണെന്ന് ചോദിക്കുമ്പം അവരും പ്രത്യക്ഷമാകുകയാണ് അല്ലെ. അപ്പൊ ആ കടമ മമ്മ പൂർണ്ണമായിട്ടും നിറവേറ്റിയത്. അങ്ങനെയാണ് മമ്മ ആരായത്, യജ്ഞമാതാവായത്. അല്ലാതെ ഞാൻ അമ്മയാണ് കേട്ടോ, ഞാൻ അമ്മയാണ്, ഞാൻ പറയണ കേൾക്കണം എന്ന് മമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മമ്മയുടെ പെരുമാറ്റം, മമ്മയുടെ ജീവിതത്തിലെ ആ ഗുണങ്ങളുടെ ധാരണ, മമ്മയുടെ കർത്തവ്യം, ബാബയോടുള്ള സ്നേഹം, ബാബയ്ക്ക് മമ്മയിലുള്ള വിശ്വാസം, ഇതെല്ലാം തെളിയിക്കുന്നത് മമ്മ കുട്ടികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു എന്നുള്ളതാണ്. മമ്മ കാ റുഹാനി രൂപ്, അതായത് പറയാം മമ്മയുടെ ആത്മീയ രൂപത്തെ കുറിച്ച്. മമ്മ ദിവസവും മുരളി പഠിക്കുമായിരുന്നു. അഥവാ ടേപ്പ് ദ്വാര സുൻതീതി. ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ വയ്യ, ശരീരത്തിന്റെ അസ്വസ്ഥതയാണെങ്കിലും ദിവസവും ടേപ്പ് വഴി എങ്കിലും, അതായത് റെക്കോർഡ് ചെയ്തെങ്കിലും കേൾക്കുമായിരുന്നു. ഒരുപക്ഷെ രാത്രി 11 മണി ആയിക്കോട്ടെ, പക്ഷെ അടുത്ത ദിവസം കൽക്കി മുരളി സുൻകർ ഹി മമ്മ സോത്തി थी. അതായത് മമ്മ തലേ ദിവസത്തെ മുരളി കേൾക്കും, അടുത്ത ദിവസം എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് അതെല്ലാം കേട്ട് പഠിച്ചിട്ടേ മമ്മ ഉറങ്ങിയിരുന്നുള്ളൂ. ബാബയുടെ മഹാവാക്യം കേട്ട് കേട്ട് അതിനെക്കുറിച്ച് മഥനം ചെയ്തു, എന്നിട്ടേ മമ്മ ഉറങ്ങുമായിരുന്നുള്ളൂ. മമ്മ തന്റെ കർത്തവ്യത്തിൽ എത്രമാത്രം പക്കയായിരുന്നു അത്രയും തന്നെ ഈശ്വരീയ പഠിത്തത്തിലും പക്കയായിരുന്നു. എന്നുവെച്ചാൽ മമ്മ പക്ക വിദ്യാർത്ഥിയായിരുന്നു. അതേസമയം തന്റെ കടമ നിറവേറ്റുന്ന കാര്യത്തിലും പക്കയായിരുന്നു, സ്ട്രോങ് ആയിരുന്നു. ഹോസ്പിറ്റലിലും മമ്മ ദിവസവും മുരളി കേട്ടിരുന്നു. ലാസ്റ്റ് സമയത്ത് മമ്മയ്ക്ക് ശാരീരിക അസ്വസ്ഥത വന്നപ്പോഴും ഹോസ്പിറ്റലിലായിരുന്നല്ലോ, അപ്പോഴും മമ്മ ദിവസവും മുരളി കേട്ടിരുന്നു. ഞങ്ങള് മമ്മയെ എപ്പോഴും അലർട്ട് ആൻഡ് അക്യുറേറ്റ്, വളരെ ചുറുചുറുക്കോടും വളരെ ജാഗ്രതയോടും കൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ. हमने कभी भी मम्मा की आंखें थकी हुई नहीं देखी है. ഞങ്ങൾ ഇതുവരെ മമ്മയെ ക്ഷീണിച്ച നയനങ്ങളോടെ കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ നമുക്ക് കുറെ സേവനം ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് കണ്ണിലൂടെയാ പ്രകടമാകുക. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ക്ഷീണിച്ച കണ്ണുകള് മമ്മയുടേത് കണ്ടിട്ടില്ല. ഇത്ര തന്നെ ശാരീരിക അസ്വസ്ഥത വന്നപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ക്ഷീണിച്ച നയനങ്ങൾ കണ്ടിട്ടില്ല. മമ്മ കൃത്യതയുണ്ടായിരുന്നു, അക്യുറേറ്റ് ആയിരുന്നു, അലേർട്ട് ആയിരുന്നു. സദാ മമ്മയുടെ നയനം ബാബയുടെ ഓർമ്മയിൽ ലയിച്ചിരിക്കുന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടത്. മമ്മാമേ നമ്രത ഇത്നി थी जब बाबा कहते थे मात पिता का याद प्यार और नमस्ते, तब मम्मा अपने को माता नहीं समझती थी. മമ്മയിൽ അത്രയും വിനയം ഉണ്ടായിരുന്നു. ബാബ ഇടയ്ക്ക് പറയുമല്ലോ, മാത് പിതാവിന്റെ സ്നേഹസ്മരണയും നമസ്തേയും. അപ്പൊ മമ്മയും ബാബ എവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അമ്മയുടെ അച്ഛനെയും, സാകാരത്തിൽ നമ്മുടെ അമ്മയും അച്ഛനെയും, ആ കുട്ടികളെ മുഴുവൻ പാലിച്ചതും അമ്മയും ബാബയല്ലേ. അപ്പൊ സാകാര മാത് പിതാവിന്റെ സ്നേഹസ്മരണ നമസ്തേ എന്ന് പറയുമ്പം മമ്മ ഞാൻ അമ്മയാണ് എന്നുള്ള രീതിയിലല്ല ഇരുന്നിരുന്നത്. അത്രയും വിനയമായിരുന്നു, അത്രയും നമ്രചിത്തായിരുന്നു. മമ്മ കേവലം ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിലും പാലന തരുന്നതിലും ഞാൻ അമ്മയാണ് എന്ന് മനസ്സിലാക്കി. നമ്മള് സാധാരണ രീതിയിൽ എന്താ പറയാ, കുട്ടികൾക്ക് എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തു, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ആൾക്കാർക്ക് എന്തെങ്കിലും വയ്യായ വന്നാല്
കുട്ടി ഒരു ഗ്ലാസ് ചായ തന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുത്തില്ല, ഞാൻ നിന്റെ അമ്മയാ, നിനക്കറിഞ്ഞൂടെ, ഞാൻ എങ്ങനെ നോക്കി വളർത്തിയതാ, കണക്ക് പറയും. എന്താ നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോ. അപ്പൊ നമ്മൾ ഓർമ്മിപ്പിക്കും, ഞാൻ അമ്മയാ. ശരിക്കും ഞാൻ അമ്മയാന്ന് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. ആ കുട്ടി എനിക്ക് വേണ്ടി ചെയ്തു തരുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ എന്റെ കടമ, എന്റെ പാലന, ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ നമ്പർ 1 ആണ്. ബാക്കി നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോ എന്ത് പറ്റും? ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. ഞാൻ അമ്മയാന്ന് നിനക്ക് അറിഞ്ഞൂടെ, ഞാൻ എങ്ങനെയാ നിന്നെ നോക്കിയെന്നറിയോ? അവർക്ക് എന്തുകൊണ്ടാ നമുക്ക് തിരിച്ചു തരാൻ തോന്നാത്തത്? നമ്മൾ കണക്ക് പറയുന്നുണ്ട്. പക്ഷെ മമ്മ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിലും പാലന നൽകുന്നതിലും അമ്മയാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. മമ്മ അമ്മ എന്നുള്ള പദവി സ്വീകരിച്ചിട്ടില്ല, പക്ഷെ അമ്മയുടെ കർത്തവ്യത്തെ സ്വീകരിച്ചു, അത് പൂർണ്ണ രീതിയിൽ നിറവേറ്റി. അമ്മയാണ് എന്നുള്ള പദവിയല്ല സ്വീകരിച്ചത് പറഞ്ഞു, പക്ഷെ ഉത്തരവാദിത്വം, കർത്തവ്യം പൂർണ്ണ രീതിയിൽ നിറവേറ്റി സ്വീകരിച്ചു. ബാബയുടെ മുന്നില് ഒരു കൊച്ചു കുട്ടിയായിട്ടാണ് മമ്മ ധാരണ ചെയ്തിരുന്നത്. ബാബ മുമ്പിൽ വന്ന കൊച്ചു കുട്ടിയായിട്ട് ബാബയുടെ ഓരോ മഹാവാക്യത്തെയും സ്നേഹത്തോടുകൂടി അതിനെ ധാരണ ചെയ്തിരുന്നു. യജ്ഞവത്സരുടെയും ഭക്തരുടെയും മുന്നില് ആദി ദേവി ജഗദംബ അമ്മയുടെ രൂപം ധാരണ ചെയ്തിരുന്നു. ഏത് രൂപം ധാരണ ചെയ്തു നമ്മൾ മനസ്സിലാക്കണം. ബാബയുടെ മുന്നില് കൊച്ചുകുട്ടിയായിട്ട്, ബാബ മുരളിയേക്കും കേൾപ്പിക്കുമ്പോഴ് ബാലകനായിട്ടിരിക്കണം. നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ബാബ കേൾപ്പിക്കുമ്പോ എനിക്കെല്ലാം അറിയാം, ഇന്നലെ പറഞ്ഞ പോയിന്റ് അല്ലേ, ഇത് മിനിഞ്ഞാന്ന് പറഞ്ഞ പോയിന്റ് അല്ലേ, ബാബ അങ്ങനെ ഇത് മീട്ടേ വെച്ച എന്നും പറയണല്ലേ എന്നുവെച്ചാൽ നമ്മൾ വെറും സാധാരണമായിട്ടാണ്. പക്ഷെ മമ്മ എങ്ങനെയായിരുന്നു? കുട്ടിയായിട്ടിരുന്നു, ബാലകനായിട്ട്. ഓരോ ശബ്ദങ്ങളും ബാബ പറയുന്നത് ശ്രദ്ധയോടെ ധാരണ ചെയ്തിരുന്നു, സ്വീകരിച്ചിരുന്നു. അതേസമയം ഭക്തരായിക്കോട്ടെ, യജ്ഞവത്സരായിക്കോട്ടെ, മുന്നിൽ വരുമ്പം ഏത് രൂപമായിരുന്നു? അമ്മയുടെ രീതിയില് സ്നേഹം, വാത്സല്യം, ജ്ഞാനത്തിന്റെ പാലന കൊടുത്തിരുന്നു. അത്രയും മഹാനായിരുന്നു നമ്മുടെ മാ സരസ്വതി. അമ്മയുടെ മഹിമ, മമ്മയോടൊപ്പമുള്ള അനുഭവമാണ് ജാനകി ദാദി നമ്മളോടൊപ്പം ഷെയർ ചെയ്തത്. ഇനി ദാദി നിർമ്മൽ ശാന്ത ദാദിയെ നമുക്കറിയാം. ബ്രഹ്മബാബയുടെ ദാദാ ലേഖ്രാജിന്റെ ലൗകിക പുത്രിയാണ്. ബ്രഹ്മകുമാരി ദാദി നിർമ്മൽ ശാന്ത ദാദി ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ അന്ന് ഈസ്റ്റേൺ സോണൊക്കെ ആയിരുന്നു നോക്കിയിരുന്നത്. പിന്നീട് കൽക്കട്ടയിലായിരുന്നു പിന്നെ സേവനം ചെയ്തിട്ട്, അങ്ങനെ പല സ്ഥലത്തും സേവനം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിർമ്മൽ ശാന്ത ദാദി തന്റെ അനുഭവം പറയാണ്. മമ്മ വളരെ ഗംഭീരമായി ഓർ ശാന്തതി. ഗംഭീരത എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജ്ഞാനത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ബാബ ആരാണ്, എന്താണ്, എങ്ങനെയാണ്, ആരെ എനിക്ക് കിട്ടിയത്, ആരാ എന്നോട് സംസാരിക്കുന്നത്, ആരാ എന്നോട് ഈ മഹാവാക്യങ്ങൾ പറയുന്നത്, അത്രയും ആ ഒരു എന്താ പറയാ ഗാംഭീര്യതയോട് കൂടിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതാണ് ഗംഭീരത. അതോടൊപ്പം വളരെ ശാന്തവുമായിരുന്നു. മമ്മ മുരളി ഉച്ചരിക്കുമായിരുന്നു. അതോടൊപ്പം യജ്ഞത്തിലെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റിയിരുന്നു. യജ്ഞത്തിലെ എല്ലാ കാര്യങ്ങളും മമ്മ കൃത്യമായിട്ട് നിറവേറ്റിയിരുന്നു. സബ് കാര്യ കരാന സംഭാലന ഉൻകോ ഹി കർന പड़ता था, फिर भी उनके चेहरे, चलन और व्यवहार में कोई भी अंदर नहीं आता था. എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ചെയ്യും വേണം, ചെയ്യിപ്പിക്കുകയും വേണം. അപ്പൊ നമുക്കറിയാം, ഒരു വീട് അല്ലെ, ഒരു അമ്മയുടെ ഒരു അച്ഛന്റെ ഉത്തരവാദിത്വമാണോ നോക്കുക. കുട്ടികൾ ചില ദിവസം അടിച്ചു വാരും, ചില ദിവസം അടിച്ചു വാരില്ല, ചില ദിവസം കറി ഉണ്ടാക്കാൻ സഹായിക്കും, ചില ദിവസം വരില്ല. പക്ഷെ ഉത്തരവാദിത്വം ആരുടെയാണ്? അമ്മയുടെയാണ്, അല്ലെങ്കിൽ അച്ഛന്റെയാണ്. അത് ഫുൾ നോക്കണം. വേറൊരാൾക്ക് വയ്യ, അവരെ നോക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, വീടിന്റെ കാര്യങ്ങൾ നോക്കണം, വേറെ ആരെങ്കിലും പുറത്തുനിന്ന് വരികയാണെങ്കിൽ അവരെയും നോക്കണം, അവരെയും പാലിക്കണം. ഇതെല്ലാം ഉത്തരവാദിത്വം ഉള്ളവർക്കേ അത് ചെയ്യാൻ തോന്നുന്നു, ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും കിടക്കും. അപ്പൊ മമ്മ യജ്ഞത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും നോക്കുകയും ചെയ്തിരുന്നു, അത് സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാലും അമ്മയുടെ മുഖത്തോ പെരുമാറ്റത്തിലോ വ്യവഹാരത്തിലോ ഒരന്തരവും വന്നില്ല. നമ്മൾ സാധാരണ കുറെ ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ
ഈ കുറെ എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ മുഖം അറിയാതെ ഇങ്ങനെ ഇത്തിരി സീരിയസ് ആവും അല്ലെ, ഇത്തിരി ഗംഭീരത വരും. മാത്രമല്ല സംസാരമൊക്കെ ഇത്തിരി റഫ് ആൻഡ് ടഫ് ആവും. അതെന്തുകൊണ്ടാ? നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പൊ മമ്മ പക്ഷെ ഇതെല്ലാം ചെയ്യിപ്പിക്കണം, കാര്യങ്ങൾ ചെയ്തിരുന്നു, സംരക്ഷിക്കുകയും ചെയ്തു. പക്ഷെ മുഖത്തോ പെരുമാറ്റത്തിലോ വ്യവഹാരത്തിലോ അന്തരം ഉണ്ടായിരുന്നില്ല. അന്തരം കണ്ടിരുന്നില്ല എന്ന് വെച്ചാൽ പ്രാക്ടിക്കലി മമ്മ അങ്ങനെ ആയിരുന്നു, ബാബ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് ധാരണ ചെയ്തിരുന്നു. നമ്മൾ പോയിന്റ് പറയും, പക്ഷെ ധാരണയിലില്ലെങ്കിലോ? അതും ബാബ ഇന്നാള് പറഞ്ഞില്ലേ, അതൊരു കണക്കിന്റെ രൂപത്തിൽ വരും. അപ്പൊ മമ്മ അങ്ങനെയായിരുന്നു, ശാന്തം, ഏകദം ശാന്ത്, ഗംഭീർ, മധുർ ഓർ ഏകരസ്ഥി. തീർത്തും ശാന്തമായിരുന്നു, ഗംഭീരമായിരുന്നു. ആ ഗംഭീരതയോടുകൂടിയാണ് ഓരോ കാര്യങ്ങളും അതിന്റെ മനസ്സിലാക്കി ചെയ്തിരുന്നു. പക്ഷെ മധുരമായിരുന്നു, ഏകരസമായിരുന്നു. മൂടൊന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറില്ല. ചിലപ്പോ നോക്കുമ്പോ അമ്മ നല്ല സന്തോഷത്തില്, ചിലർക്ക് ചിലരുടെ അടുത്ത് പോകാൻ പേടിയാണ്. കാരണം അയ്യോ അവരുടെ മൂഡ് എങ്ങനെയാന്ന് അറിയില്ല, ഇപ്പൊ പറഞ്ഞാൽ കേൾക്കുവോ, എനിക്ക് തോന്നില്ല അവർക്ക് മനസ്സിലാവുന്നു. അപ്പൊ ഓരോരുത്തരുടെ മൂഡ് നോക്കിയിട്ട് നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റും. ചിലപ്പോ വിളിക്കുമ്പോ നന്നായിട്ട് പറഞ്ഞു തരും, ചിലപ്പോ ആകെ വിഷമത്തിലായിരിക്കും. മമ്മയുടെ മൂഡ് ഏകരസം. നമ്മൾ ഓരോ വേർഡും ശരിക്കും ധാരണ ചെയ്യണം. മമ്മ ഏകദം ശാന്ത്, ശാന്തമായിരുന്നു, ഗംഭീരമായിരുന്നു, മധുരമായിരുന്നു. ഇതെല്ലാ ഗുണങ്ങളും ഇങ്ങനെ ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ശക്തി, സ്ട്രോങ് ആണ്. ഏകരസമായിരുന്നു. ഇനി ഉദാഹരണാർത്ഥം നിർമ്മൽ ശാന്താദി പറയാണ്, ഉദാഹരണാർത്ഥം യജ്ഞത്തില് ബഗറി പാർട്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും യജ്ഞത്തിന്റെ ധനം ബാബ സമർപ്പിച്ചതും എല്ലാം ഏകദേശം തീർന്ന ഒരു സമയം വന്നു. ബഗറി പാർട്ട് ഉണ്ടായിരുന്നു. ചിലപ്പോ കഴിക്കാൻ പോലും ആർക്കും ഒന്നും കിട്ടാറുണ്ടായിരുന്നില്ല. അത്ര യജ്ഞവത്സരുണ്ട്, ചിലപ്പോ ഒന്നും കഴിക്കാൻ കിട്ടുമായിരുന്നില്ല. അപ്പൊ ചിലരുടെ മുഖം അങ്ങനെയാണ്, ഇങ്ങനെ വിളറി വെളുക്കും, അയ്യോ ഒന്നൊന്നും കഴിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല, വിളറി വെളുക്കും. ചിലരുടെ തേജസ് ഇല്ലാത്ത മുഖമായിരിക്കും, ഒരു സന്തോഷമില്ലാത്ത മുഖം. പക്ഷേ മമ്മയ്ക്ക് ഖാന മിലേ ന മിലേ ഉൻകെ ചേഹരെ പർ സദാ മുസ്കാൻ, നിശ്ചിന്തത, ധൈര്യത और बाबा पर अजल अटल विश्वास छलकता था. മമ്മയ്ക്ക് കഴിക്കാൻ കിട്ടിയാലും കൊള്ളാം, കിട്ടിയില്ലെങ്കിലും കൊള്ളാം, മുഖത്ത് സദാ പുഞ്ചിരി. ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. പുഞ്ചിരി, നിശ്ചിന്തത, അയ്യോ ഞാൻ കഴിച്ചില്ലല്ലോ. ചിലരെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താ ഒന്നും കഴിച്ചില്ലേ, വയ്യേ, എന്താ അത്ര ക്ഷീണം അല്ലെ. പക്ഷെ മമ്മയുടെ മുഖത്ത് നിശ്ചിന്തത, ക്ഷമ, പേഷ്യൻസ്. അതുപോലെ ബാബയിൽ അചഞ്ചലവും സുദൃഢവുമായ വിശ്വാസം മമ്മയുടെ മുഖത്ത് തിളങ്ങി നിന്നിരുന്നു ഏത് പരിതസ്ഥിതിയിലും. ഇനി മമ്മയുടെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ഈ നിശ്ചിന്തതയൊക്കെ ഉണ്ടായിരുന്നത്, അത് അനുഭവ സഹിതം ദാദിജി നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഓം जैसा सोचोगे तुम वैसा बन जाओगे, जैसा कर्म होगा वैसा फल पाओगे। श्रेष्ठ कर्म का आधार है खुद का कर लो दर्शन, यही जीवन का सार है, यही जीवन का सार है। जैसा सोचोगे तुम वैसा बन जाओगे, जैसा कर्म होगा वैसा फल पाओगे।
शुभ संकल्प तो जीवन में फिर दुख कैसा, जब अंतर में शुभ भावना तो दिल में सुख सावन जैसा। हार कर जो ना हारे, जीत उसी की होती है, घनघोर अंधेरे में भी जलती जगमग उसकी ज्योति है। जैसा देखोगे तुम वैसा बन जाओगे, जैसा चाहोगे तुम वैसा बन जाओगे। ये सूरज है तो है किरण, बादल है तो है पवन, प्राण है तो है तन मन, सात सुरों में है सरगम। जो धरती है तो है सागर, जल थल है तो है जीवन, जीवन है तो है भगवन। भगवान के संग समय सोचोगे तुम वैसा बन जाओगे, जैसा कर्म होगा वैसा फल पाओगे। श्रेष्ठ कर्म का आधार है, खुद का कर लो दर्शन, यही जीवन का सार है, यही जीवन का सार है। जैसा सोचोगे तुम वैसा बन जाओगे, जैसा कर्म होगा वैसा फल पाओगे। जैसा सोचोगे तुम वैसा बन जाओगे, जैसा कर्म होगा वैसा फल पाओगे।
ഓം ശാന്തി. ഞാൻ എൻ്റെ മനസ്സിനെ പതുക്കെ പതുക്കെ ശാന്തിയിലേക്ക് നയിക്കുകയാണ്. അത് അനേകം കാര്യങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു. ചിലപ്പോൾ അത് ഭൂതകാലങ്ങളിലേക്കോടും, ചിലപ്പോൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കും. ഞാൻ എൻ്റെ മനസ്സിനെ ഇപ്പോൾ വർത്തമാന സമയത്തേക്ക്, വർത്തമാന സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഞാനിപ്പോൾ ഞാനിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ബോധവാനാണ്. ചുറ്റുപാടുമുള്ള ശബ്ദങ്ങൾ, ദൃശ്യങ്ങൾ എല്ലാം ഞാൻ കാണുന്നു, കേൾക്കുന്നു. എല്ലാത്തിനിടയിലും എനിക്ക് ശാന്തമാകാൻ സാധിക്കുന്നു. എൻ്റെ മനസ്സിനെ തന്നെ ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാ ഓട്ടങ്ങളും നിർത്തി ശാന്തമാകുന്നു. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ നിശബ്ദത, നിശ്ചലത അനുഭവം ചെയ്യുന്നു. ആ നിശബ്ദത, ആ നിശ്ചലത എത്ര സുഖകരമാണ്. ഞാൻ ആ നിശബ്ദത ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിശബ്ദത അന്തരീക്ഷത്തിലേക്കും വ്യാപിച്ച് അന്തരീക്ഷത്തെയും ശാന്തമാക്കുന്നു. നിശബ്ദമാക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ മസ്തക സിംഹാസനത്തിൽ ശോഭിക്കുന്ന രാജാവാണ്. ഞാൻ സ്നേഹപൂർവം എൻ്റെ ശരീരത്തിനോട് ആജ്ഞാപിക്കുന്നു, ചഞ്ചലതകൾ നിർത്തി നിശ്ചലമാകൂ, ശീതളമാകൂ. എൻ്റെ ശരീരവും ഇന്ദ്രിയങ്ങളും ഇപ്പോൾ ശാന്തവും ശീതളവുമാകുന്നു. ഞാൻ എൻ്റെ ഭൃഗുടി സിംഹാസനത്തിലിരുന്ന് എൻ്റെ ശരീരമാകുന്ന രാജ്യത്തിലെ മന്ത്രിമാരെ എൻ്റെ മുന്നിൽ ഹാജരാക്കുന്നു. മനസ്സ്, ബുദ്ധി, സംസ്കാരം
ഈ മന്ത്രിമാർ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഹാജരായിട്ടുണ്ട്. ഞാൻ അവരെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ ഉള്ളിലെ നിശബ്ദതയുടെ ലോകത്തിലേക്ക് നയിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ പൂർണ്ണമായും നിശബ്ദതയാണ്, നിശ്ചലതയാണ്. ഞാൻ ആ നിശ്ചലതയിൽ ലയിച്ചിരിക്കുന്നു. ഞാൻ അറിയാതെ തന്നെ ഈ പുറം ലോകത്ത് നിന്ന് നീങ്ങിയിരിക്കുന്നു. ഞാൻ എൻ്റെ ആത്മീയ ലോകത്തിലാണ്. എൻ്റെ ഉള്ളിലെ ശാന്തി ഞാൻ അനുഭവിച്ചറിയുന്നു. ഞാൻ എന്നെ തന്നെ ഇപ്പോൾ കാണുന്നു. ഒരു മനോഹര ജ്യോതി ദിവ്യ നക്ഷത്രം ചൈതന്യരത്നം അമൂല്യരത്നം വജ്രതുല്യം പ്രകാശിക്കുന്ന വെളുത്ത ജ്യോതിർബിന്ദു ഞാൻ ആ മനോഹര രൂപം ദർശിച്ചിരിക്കുകയാണ്. രൂപത്തിൽ ഞാൻ ജ്യോതിർബിന്ദുവാണ്. എന്നാൽ ഞാൻ അനേകം ദിവ്യഗുണങ്ങളുടെ, അനേകം ശക്തികളുടെ സ്വരൂപമാണ്. ഇപ്പോൾ ഇതാ ഞാൻ ഈ ദേഹത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്നു. ഏതോ ഒരു ദിവ്യശക്തി എന്നെ മുകളിലേക്ക് വലിക്കുന്നത് പോലെ, ഏതോ ഒരു ശക്തമായ കാന്തം എന്നെ മുകളിലേക്ക് ആകർഷിക്കുകയാണ്. ഞാൻ അറിയാതെ തന്നെ പറന്നുയരുകയാണ്. ഈ പഞ്ചതത്വങ്ങളുടെ ലോകവും വിട്ട് മുകളിലെ ഒരു ലോകത്തിലേക്ക്, ഇപ്പോൾ എനിക്ക് ചുറ്റും സുവർണ ചുവപ്പ് പ്രകാശത്തിന്റെ പ്രഭയാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്, പ്രകാശലോകത്തിലാണ്. കാലത്തിനും ദേശത്തിനും എല്ലാ പരിധികൾക്കും ഉപരിയായ യാതൊരു ബന്ധനവുമില്ലാത്ത
മുക്തിധാമം, എൻ്റെ ധാമം, എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ്റെ ധാമം. शिव पिता की याद दिल से ना बिसारिए, शिव पिता की याद दिल से ना बिसारिए, एक पल तो प्यार से उसको निहारिए, शिव पिता की याद दिल से ना बिसारिए, शिव पिता की याद दिल से. जिंदगी की शाम बने कौन सा बहाना, किस मोड़ पर रुकेगी सांसों का क्या ठिकाना, चादर हो जितनी उतना ही पग को पसारिए, एक पल तो प्यार से प्रभु को निहारिए, शिव पिता की याद दिल से ना बिसारिए, शिव पिता की याद दिल से. साधनों में मन को भटकाइए नहीं, साधना के दर से लौट आइए नहीं, संयम से सादगी से सूरत संवारिए, एक पल तो प्यार से प्रभु को निहारिए, शिव पिता की याद दिल से ना बिसारिए, शिव पिता की याद दिल से. सद्गुण ही संपदा है, संतोषी ही जगत में रहता
सुखी सदा है। चित को नेक चिंतन से नित निखारिए, एक पल तो प्यार से प्रभु को निहारिए। शिव पिता की याद दिल से ना बिसारिए, शिव पिता की याद दिल से ना बिसारिए। ഞാൻ അശരീരി ആത്മാവ്, പരംധാം നിവാസി ആത്മാവ്. എൻ്റെ അച്ഛൻ്റെ, ശിവപിതാവിൻ്റെ അടുത്താണിപ്പോൾ. എല്ലാം മറന്ന് ആ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ഞാൻ പൂർണ്ണമായും സ്നേഹലീനമായിരിക്കുന്നു. ഞാനിപ്പോൾ മാസ്റ്റർ സ്നേഹസാഗരമായിരിക്കുന്നു. എന്നിലേക്കിപ്പോൾ ആനന്ദത്തിൻ്റെ, സുഖത്തിൻ്റെ, പവിത്രതയുടെ, ശാന്തിയുടെ വർഷമാണ്. ശാന്തിയുടെ അഗാധത ഞാൻ അനുഭവിച്ചറിയുന്നു. ഞാൻ ആ ശാന്തിയിൽ ലയിച്ചിരിക്കുന്നു. ഞാൻ ശക്തികളുടെ സാഗരത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട ബാബ എനിക്ക് സർവശക്തികളും വരദാനമായി തരുന്നു. ഞാൻ ആത്മാവ് ഇപ്പോൾ എൻ്റെ ശ്രേഷ്ഠമായ സമാനങ്ങളുടെ, ദിവ്യ ഗുണങ്ങളുടെ അനുഭവത്തിലാണ്. എൻ്റെ ബാബ സർവശക്തിമാനാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിമാനാണ്. എൻ്റെ ബാബ സ്നേഹസാഗരമാണ്. ഞാൻ മാസ്റ്റർ സ്നേഹസാഗരമാണ്. എൻ്റെ ബാബ ആനന്ദസാഗരമാണ്. ഞാൻ മാസ്റ്റർ ആനന്ദസാഗരമാണ്. എൻ്റെ പ്രിയ ബാബ ജ്ഞാനസാഗരമാണ്.
ഞാൻ ആത്മാവ് മാസ്റ്റർ ജ്ഞാനസാഗരമാണ്. എൻ്റെ ബാബ ശാന്തി സാഗരമാണ്. ഞാൻ മാസ്റ്റർ ശാന്തി സാഗരമാണ്. എൻ്റെ പ്രിയപ്പെട്ട ബാബ പവിത്രതാ സാഗരമാണ്. ഞാൻ ആത്മാവ് ബാബയുടെ കുട്ടി മാസ്റ്റർ പവിത്രതാ സാഗരമാണ്. എൻ്റെ ബാബ സുഖസാഗരമാണ്. ഞാൻ മാസ്റ്റർ സുഖസാഗരമാണ്. ദിവ്യ ഗുണങ്ങളുടെ ഭണ്ഡാരമായ എൻ്റെ ബാബയുടെ സമീപത്തിരിക്കുമ്പോൾ ഞാൻ ആത്മാവ് ദിവ്യ ഗുണമൂർത്തായിത്തീരുന്നു. എൻ്റെ ബാബയുടെ വാത്സല്യം, സ്നേഹം എന്നെ ആഹ്ലാദഭരിതനാക്കുന്നു. എന്നിൽ അനന്ത ശക്തികൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രകാശം കോടി മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ ദിവ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ സ്പഷ്ടമായി എൻ്റെ ഒറിജിനൽ സ്വരൂപം, യഥാർത്ഥ സ്വരൂപം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അനുഭൂതികളുടെ സാഗരത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അവിസ്മരണീയമായ നിമിഷങ്ങൾ. അല്പനേരം എൻ്റെ യഥാർത്ഥ സ്വരൂപം, ബാബയുടെ സാമീപ്യം അനുഭവം ചെയ്തതിനു ശേഷം ഞാൻ ആത്മാവ് സാകാര ലോകത്തിലേക്ക് തിരിച്ചു വരുന്നു. ഞാനിപ്പോൾ എൻ്റെ സാകാര ലോകത്തിൽ സാകാര ശരീരത്തിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. എനിക്ക് ഈ സൃഷ്ടിയിൽ ഇപ്പോൾ ശ്രേഷ്ഠമായ കർത്തവ്യം നിർവഹിക്കേണ്ടതുണ്ട്. ഞാനിതാ ഈ സാകാര ശരീരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ അനുഭൂതികളിൽ ലയിച്ചിരിക്കുകയാണ്. ഉള്ളിൽ നിശബ്ദത, ആഴത്തിലുള്ള സൈലൻസ്, പുറത്ത് നിശ്ചലത. സാകാര ശരീരത്തിൽ ഇരുന്നും ഞാൻ
സാകാര ശരീരത്തിൽ ഇല്ല എന്ന പോലെ ശരീരം നിശ്ചലതയുടെ സ്ഥിതിയിലാണ്. ഞാൻ ഇവിടെയാണ്, എന്നാൽ ഞാൻ ഇവിടെയല്ല. ഡീപ് സൈലൻസ്. ആത്മാവ് അത്യന്തം പ്രകാശിക്കുന്നതായി ഞാൻ ദർശിക്കുന്നു. ഞാൻ ആ പ്രകാശത്തെ തന്നെ നോക്കിയിരിക്കുകയാണ്. സ്ഥൂല ശരീരം ഉണ്ട് എങ്കിലും ഇല്ല. എന്റെ പ്രകാശ ശരീരം മാത്രം ഇപ്പോൾ ദൃശ്യമാണ്. ഞാൻ വളരെ ലൈറ്റായിരിക്കുന്നു. ശക്തിശാലിയായിരിക്കുന്നു. ഞാൻ ഒരു ജ്യോതി മാത്രം. ഞാൻ വിശ്വജ്യോതിയാണ്. വിശ്വത്തിന്റെ പ്രകാശമാണ്. ഞാൻ വിശ്വത്തിന്റെ ശക്തിയാണ്. വിശ്വത്തിന് പ്രകാശം, ശക്തി പകർന്നു കൊടുക്കുന്ന ശക്തിശാലി ആത്മാവാണ് ഞാൻ. ഞാൻ ലൈറ്റ് ഹൗസ് ആണ്. മൈറ്റ് ഹൗസ് ആണ്. ചൈതന്യ ലൈറ്റ് മൈറ്റ് ഹൗസ്. സ്നേഹസാഗരന്റെ തീരത്തിരിക്കുന്ന ഞാൻ സംസാരസാഗരത്തിലേക്ക്, ദുഃഖസാഗരത്തിലേക്ക് കണ്ണോടിച്ചു നോക്കുന്നു. ദിശയറിയാതെ സംസാരസാഗരത്തിൽ അലയുന്ന അനേകം ആത്മാക്കൾ ജീവിത നൗകകൾ, ജീവിത കപ്പലുകൾ എവിടേക്കതിനെ നയിക്കുമെന്നറിയാതെ പരിഭ്രാന്തരായിരിക്കുന്ന അനേകം പേർ അവർ പ്രകാശം തേടുകയാണ്. അവരെ ഞാൻ കാണുന്നു. അവരെന്റെ ഭക്തന്മാരാണ്, പ്രജകളാണ്. അവർ അന്ധകാരത്തിൽ ഉഴലുകയാണ്.
ഞാൻ ലൈറ്റ് മൈറ്റ് ഹൗസ്. അവർക്ക് ശരിയായ തീരം, ശരിയായ സ്ഥാനം കാണിച്ചു കൊടുക്കുന്നു. ശക്തിഹീനരായ അവർക്ക് ഞാൻ ശക്തി പകർന്നു കൊടുക്കുന്നു. എൻ്റെ ഒരു കണ്ണ് മുക്തിധാമത്തിലേക്കും മറ്റൊരു കണ്ണ് ജീവൻ മുക്തിധാമത്തിലേക്കുമുള്ള വഴി കാണിച്ചുകൊണ്ടു കൊടുത്തിരിക്കുന്നു. ശാന്തിയും സ്നേഹവും കൊടുത്ത് അവരെ തൃപ്തരാക്കുന്നു. എൻ്റെ മൂന്നാം നേത്രം, ആത്മനേത്രം, എൻ്റെ ബാബയെ പ്രത്യക്ഷമാക്കുന്നു. ഞാൻ ലൈറ്റ് ഹൗസ് ആണ്. മൈറ്റ് ഹൗസ് ആണ്. ചൈതന്യ ലൈറ്റ് മൈറ്റ് ഹൗസ്. ലോകം എന്നിൽ നിന്ന് ശക്തി നേടുന്നു. പ്രകാശം സ്വീകരിക്കുന്നു. അവർ എൻ്റെ ബാബയെ തിരിച്ചറിയുന്നു. ഇപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് ഈ ശബ്ദമുയരുന്നു: എൻ്റെ ബാബ വന്നു കഴിഞ്ഞു. എൻ്റെ ബാബ വന്നു കഴിഞ്ഞു. ഓഹോ പ്രഭോ, നിന്റെ ലീല. ഇപ്പോൾ മുഴുവൻ സൃഷ്ടിയും ബാബയുടെ മഹിമ ലീലകൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗീതം തന്നെ പാടിക്കൊണ്ടിരിക്കുകയാണ്: എൻ്റെ ബാബ വന്നു കഴിഞ്ഞു.
कर लो अनुभव प्रभु प्यार का, बाहों में वो बुला रहा, वो करुणा कर दया का सागर, स्नेह में सबको समा रहा। कर लो अनुभव प्रभु प्यार का, कर लो अनुभव प्रभु प्यार का, कर लो अनुभव प्रभु प्यार का, बाहों में वो बुला रहा, वो करुणा कर दया का सागर, स्नेह में सबको समा रहा, स्नेह में सबको समा रहा। आओ प्रभु शरण आओ, प्रभु शरण कर लो अनुभव प्रभु प्यार का। सुबह हुई जब आँख खुली तो कुछ घड़ियाँ कर प्रभु के नाम, सुबह हुई जब आँख खुली तो कुछ घड़ियाँ कर प्रभु के नाम, प्रभु किरण को हृदय में भर लो, कर लो आनंद दिव्य ललाम, प्रभु किरण को हृदय में भर लो, कर लो आनंद दिव्य ललाम, महामिलन की मंगल बेला, महामिलन की मंगल बेला, प्रभु मिलन जग मना रहा, वो करुणा कर दया का सागर, स्नेह में सबको समा रहा, स्नेह में सबको समा रहा। आओ प्रभु शरण आओ, मस्त पवन ये खिला चमन, ये दिन और ये दिन मान मिला, ये तन मन ये जीवन तुझको ईश्वर का वरदान मिला, ईश्वर का वरदान मिला, सफल करो और पाओ सफलता।
सफल करो और पाओ सफलता। मुरली मधुर वो सुना रहा, वो करुणा कर दया का सागर, स्नेह में सबको समा रहा, स्नेह में सबको समा रहा। प्रभु शरण पल पल प्रभु गुणगान करो, ध्यान धरो जो ध्यान है रखता, प्रभु कृपा का पान करो, प्रभु कृपा का पान करो। पास में आकर वो रत्नाकर, पास में आकर वो रत्नाकर, रतन अनोखे लुटा रहा, वो करुणा कर दया का सागर, स्नेह में सबको समा रहा, स्नेह में सबको समा रहा। प्रभु शरण प्रभु शरण
निकल के सबके लबों पे, दिल से निकल के सबके लबों पे एक यही स्वर छा गया, मेरा बाबा आ गया, मेरा बाबा आ गया। धरती बोली अंबर बोला, धरती बोली अंबर बोला, सागर से रह ना गया, मेरा बाबा आ गया, मेरा बाबा आ गया। मेरा बाबा आ गया, मेरा बाबा आ गया। सबने पुकारा यही यही, नभ में निहारा यही यही, सबने पुकारा यही यही, नभ में निहारा यही यही, दिल का सहारा यही यही, अखियों का तारा यही यही, सबसे न्यारा सबसे प्यारा, सबसे न्यारा सबसे प्यारा, मीत ये मन को भा गया, मेरा बाबा आ गया, मेरा बाबा आ गया। मेरा बाबा आ गया, मेरा बाबा आ गया।
से निकल अरे शिव की याद रहेगी तब आँखों में समाया